1897 അമേരിക്കയിലെ വെസ്റ്റ് വെർജീനിയയിലെ ഗ്രീൻബ്രിയർ എന്ന സ്ഥലത്ത് എൽവ സോണ ഹീസ്റ്റ് ഷോ എന്ന യുവതിയെ വീടിനുള്ളിൽ മരിച്ചതായി കണ്ടെത്തി. മരണകാരണം ഹൃദയാഘാതമാണെന്ന് ഡോക്ടേഴ്സ് വിലയിരുത്തി. എന്നാൽ അവരുടെ അമ്മ മേരി ജെയിൻ ഹീസ്റ്റർക്ക് മരണത്തിൽ എന്തോ സംശയം തോന്നി. മകളുടെ സംസ്കാരത്തിന് ശേഷമുള്ള രാത്രികളിൽ അമ്മ വിചിത്ര സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സ്വപ്നത്തിൽ സോണയുടെ ആത്മാവ് അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ കൊന്നത് ഭർത്താവായ എഡ്വേർഡ് ഷൂ തന്നെയാണ് എന്ന് പറഞ്ഞു. അവൻ എന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും ചെയ്തു. ദയവായി അമ്മ ഈ സത്യം പുറത്തു കൊണ്ടുവരണം. 4 രാത്രി തുടർച്ചയായി സോണയുടെ ആത്മാവ് അമ്മയോട് അതേ കാര്യം പറഞ്ഞു. അമ്മ കോടതിയിൽ പോയി. അവരുടെ ഉറച്ച നിലപാട് കാരണം കേസിൽ വീണ്ടും അന്വേഷണം നടത്തി. ശവം പുറത്ത് എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ സോണയുടെ കഴുത്ത് പൊട്ടിയിരുന്നു എന്ന് കണ്ടെത്തി. കഴുത്തിൽ ഞെരിച്ച പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ സോണയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംശയത്തിന് വിധേയനായത് ഭർത്താവ് എഡ്വേർഡ് ഷൂ ആയിരുന്നു. കോടതിയിൽ തെളിവുകൾ വന്നപ്പോൾ അയാൾ മുമ്പും ഭാര്യയെ പീഡിപ്പിച്ചിരുന്നതായി തെളിഞ്ഞു. അയാളുടെ വീട് നിന്ന് എല്ലായ്പ്പോഴും കരച്ചിൽ കേൾക്കാമായിരുന്നു എന്ന് അയൽക്കാർ പറഞ്ഞു. ഒടുവിൽ കോടതി എഡ്വേർഡ് ഷൂ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇന്നും വെസ്റ്റ് വെർജീനിയയിലെ ഗ്രീൻബ്രിയറിൽ ഈ സംഭവത്തെ ഗ്രീൻബ്രിയർ ഗോസ്റ്റ് എന്ന് വിളിക്കുകയും അത് ആത്മാവ് നേരിട്ട് വന്ന് തെളിയിച്ച കേസ് എന്ന് കരുതുകയും ചെയ്യുന്നു.